ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ CRR SLR എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ? അതായത് നമ്മുടെ ബാങ്കിന് ഡെപ്പോസിറ്റ് കിട്ടും അല്ലെ, ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ നമ്മൾ പഠിച്ചാണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ബാങ്കിൽ കൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊച്ചിയിൽ ബ്രാഞ്ചിൽ കൊണ്ട് പാലാരിവട്ടം ബ്രാഞ്ചിൽ കൊണ്ട് ഞാൻ ഒരു 10 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്ക് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ഇടുന്ന എമൗണ്ട് എടുത്ത് ലോൺ കൊടുക്കും അല്ലെ, ബാങ്കിൽ എടുത്ത ഡെപ്പോസിറ്റ് ബാങ്ക് ലോൺ കൊടുക്കാറുണ്ട്. അപ്പം ബാങ്കിൽ ലോൺ കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ബാങ്കിൽ ചെന്നിട്ട് വീട്ടിൽ ചോദിച്ചു പറയുന്നു, എനിക്ക് എന്റെ 10 കോടി രൂപ വിഡ്രോ ചെയ്യണം, എനിക്ക് എന്റെ 10 കോടി രൂപ തിരികെ വേണമെന്ന് പറയുന്നു. ബാങ്കിൽ പണി കിട്ടി അല്ലെ, കാരണം എന്താ? ബാങ്ക് കിട്ടിയ ഡെപ്പോസിറ്റ് മുഴുവൻ എടുത്ത് ലോൺ കൊടുത്തു. എനിക്ക് തരാനായിട്ട് തിരിച്ച് പൈസ ഇല്ല. ആ അവസ്ഥ ഉണ്ടാകാനായിട്ട് പാടില്ല. ഒരു റിസർവ് വെക്കണം. റിസർവ് എന്താ? കുറച്ച് പൈസ മാറ്റി വെക്കണം, മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടെ മാറ്റി വെക്കണം. അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് ബാങ്കുകൾക്ക് അവർ കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ ഒരു പെർസെന്റേജ് RBI കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പം ബാങ്കുകൾ പെർസെന്റേജ് ഓഫ് ഡെപ്പോസിറ്റ് ബാങ്ക് മസ്റ്റ് കീപ് ക്യാഷ് വിത്ത് RBI. RBI ബാങ്കുകളുടെ ഡെപ്പോസിറ്റിന്റെ ഒരു പെർസെന്റേജ് ക്യാഷ് ആയിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പം ബാങ്ക് എവിടെ സൂക്ഷിക്കുന്നു? RBI സൂക്ഷിക്കുന്നു. CRR എന്ന് വിളിക്കുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് 10 കോടി രൂപ ഡെപ്പോസിറ്റ് റൂൾ പ്രകാരം 10% രൂപ CRR വെക്കണം. അപ്പം 10 കോടിയുടെ 10% വേണം CRR ആയിട്ട് വെക്കാൻ. ഇക്വേഷൻ ആണ് ക്യാഷ് റിസർവ്സ് ഡിവൈഡ് ബൈ ഡെപ്പോസിറ്റ് ഇൻറ്റു 100 ചെയ്താൽ മതി. ക്യാഷ് റിസർവ് റേഷ്യോ എത്രയാണോ ഇൻറ്റു ഡെപ്പോസിറ്റ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ CRR കിട്ടും. ഈ CRR മറ്റൊരു പേരുണ്ട് റിക്വയർഡ് റിസർവ് റേഷ്യോ, RRR. ഇത് ആരാ തീരുമാനിക്കുന്നത്? ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ആണ് CRRന്റെ പെർസെന്റേജ് ഫിക്സ് ചെയ്യുന്നത്. സെൻട്രൽ ബാങ്ക് നമ്മുടെ ആരാണ്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ രണ്ടാമത്തെ റേഷ്യോ ആണ്. ബാങ്ക് മസ്റ്റ് കീപ് എ പാർട്ട് ഓഫ് ദ ഡെപ്പോസിറ്റ് ലിക്വിഡ് അസറ്റ്. ഒന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിൽ എനിക്ക് എന്റെ കയ്യിൽ ഒരു 6 ഏക്കർ സ്ഥലമുണ്ട്. ഇത് പെട്ടെന്ന് എനിക്ക് വിൽക്കാൻ പറ്റില്ല. നമ്മുടെ ലാൻഡോ ബിൽഡിങ്ങോ മെഷീൻസ് ഒന്നും ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെയിൽ നടത്താനായിട്ട് പറ്റത്തില്ല അല്ലേ? പക്ഷേ ക്യാഷ് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗോൾഡോ സെക്യൂരിറ്റീസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ബാങ്കുകൾ CRR മാത്രമല്ല ഡെപ്പോസിറ്റിന്റെ ഒരു ഭാഗം എന്തായിട്ട് വെക്കണം? SLR ആയിട്ട് വെക്കണം. അതായത് 10 കോടി രൂപ ഞാൻ ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 1 കോടി രൂപ RBI CRR ആയിട്ട് വെക്കണം. പിന്നെ 10% SLR എങ്കിൽ 1 കോടി രൂപ എന്ത് ചെയ്യണം? ഗോൾഡ് ആയിട്ടോ സെക്യൂരിറ്റീസ് ആയിട്ടൊക്കെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ കയ്യിൽ പണമായിട്ട് എടുക്കാതെ സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. പെട്ടെന്ന് ആളുകൾ വിഡ്രോ ചെയ്യാൻ വരികയാണ്, അതിനെ മീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് RBI കൊണ്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ബാങ്ക് അവരുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. അപ്പം ബാങ്ക് എന്ത് ചെയ്യണം? അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ ഒരു പാർട്ട് എവിടെ ചെയ്യണം? RBI കൊണ്ട് വെക്കണം, റിസർവ് ആയിട്ട് വെക്കണം. അത് CRR അവരുടെ കയ്യിൽ തന്നെ വെക്കണം, അത് SLR. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ?